രാജ്യത്തെ പെൺകുട്ടികളെ ശാക്തീകരിക്കുകയാണ് 10 വർഷം പിന്നിടുന്ന ബേഠി ബച്ചാവോ ബേഠി പഠാവോ പദ്ധതി. 2015 ജനുവരി 22-ന് ഹരിയാനയിലെ പാനിപ്പത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ട ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി നടപ്പിലാക്കിയിട്ട് ഒരു പതിറ്റാണ്ട് തികയുകയാണ്. ശിശുലിംഗാനുപാതത്തിലെ വ്യത്യാസം കുറയ്ക്കുക, പെൺകുട്ടികളുടെ ശാക്തീകരണം, സംരക്ഷണം, വിദ്യാഭ്യാസം എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. 10 വർഷത്തിനിടെ വലിയ മാറ്റങ്ങളാണ് പദ്ധതി രാജ്യത്ത് കൊണ്ടുവന്നത്. 2014-15 ജനന സമയത്തെ ലിംഗാനുപാതം 918 ആയിരുന്നത്. 2022-23 933 മെച്ചപ്പെട്ടതാണ് പദ്ധതിയുടെ പ്രധാന നേട്ടങ്ങളിലൊന്ന്. ശിശു ലിംഗാനുപാതത്തിലെ വ്യത്യാസം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കുതിക്കുകയാണ് എന്നതാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ പെൺകുട്ടികളുടെ പ്രവേശനം 10 വർഷത്തിനിടെ ഗണ്യമായി വർദ്ധിച്ചു. പെൺകുട്ടികളുടെ മൊത്തം പ്രവേശന അനുപാതം അഥവാ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 2021-22 79.4% വർദ്ധിച്ചു. 2014-15 ഇത് 75.51% ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന വിപ്ലവകരമായ സ്വാധീനമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. സ്ത്രീകളുടെ മികച്ച ആരോഗ്യ സംരക്ഷണവും പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ആശുപത്രികളിൽ നടക്കുന്ന പ്രസവം 2014-15 87% ആയിരുന്നെങ്കിൽ 2019-20 ആയപ്പോഴേക്കും അത് 94%-ലധികമായി ഉയർന്നു. ഇത് അമ്മമാർക്കും ശിശുക്കൾക്കും മികച്ച ആരോഗ്യ പരിചരണം ഉറപ്പുവരുത്തുന്നു. അങ്ങനെ രാജ്യത്ത് മാതൃശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിൽ പദ്ധതി വലിയ ഘടകമായി മാറിയിരിക്കുകയാണ്. സെൽഫി വിത്ത് ഡോട്ടേഴ്സ്, ബേട്ടി ജന്മോത്സവ് പോലുള്ള പ്രത്യേക ക്യാമ്പയിനുകൾ രാജ്യവ്യാപകമായി ശ്രദ്ധ നേടി. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവുമായി സഹകരിച്ച് പെൺകുട്ടികളിലും സ്ത്രീകളിലും നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിലും അവരുടെ സാമ്പത്തിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിലും ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. വിവിധ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടികൾ പദ്ധതിക്ക് കീഴിൽ രാജ്യത്ത് നടപ്പിലാക്കി വരുന്നു. ന്യൂനപക്ഷ സമുദായങ്ങളിലെ പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും നൈപുണ്യ വികസനത്തിനുമായി പ്രത്യേക സംരംഭങ്ങളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഖേലോ ഇന്ത്യ പോലുള്ള പരിപാടികൾ പെൺകുട്ടികൾക്കിടയിലെ കായിക പ്രതിഭകളെ തിരിച്ചറിയാനും പരിപോഷിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യത്തെ പെൺകുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി ഗണ്യമായ പുരോഗതിയാണ് കൈവരിച്ചത്. ഓരോ പെൺകുട്ടിയെയും വിലമതിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ശക്തമായ അടിത്തറ ഈ പദ്ധതി സൃഷ്ടിച്ചു. പദ്ധതി 2ാം ദശകത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും കൂടുതൽ സജീവമായ ജനകീയ പങ്കാളിത്തത്തിലൂടെയും ദീർഘകാല മാറ്റങ്ങൾ വരുത്തുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.